ഇനി വിജയം, പരാജയം, സക്സസും ഫെയിലിയറും. ഇന്ന് എല്ലാവരും വേറെ ആളെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ സക്സസ്ഫുൾ ആണോ എന്ന് തീരുമാനിക്കുന്നതും ഡിസൈഡ് ചെയ്യുന്നതും ഒക്കെ. ഇത് വളരെ ആപേക്ഷികമായിട്ടുള്ളൊരു കാര്യമാണ്. പുറത്തുനിന്ന് ആൾക്കാർക്ക് തോന്നുമ്പോൾ വളരെ സക്സസ്ഫുൾ ആണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് അവരാലോചിക്കുമ്പോൾ അവർക്ക് വലിയ പരാജയമായിട്ട് തോന്നുന്നുണ്ടാവും. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സക്സസിൻ്റെ ഓപ്പോസിറ്റ് അല്ല ഫെയിലിയർ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ വിജയത്തെക്കുറിച്ച്, പരാജയത്തെക്കുറിച്ച് ഗുരുജിയുടെ ഒരു കോൺസെപ്റ്റ് എന്താണ്? ഈ വിജയവും പരാജയവും എന്ന് പറയുന്നത് വീണ്ടും നമ്മുടെ മനസ്സിലാണ്. ഉം. മനസ്സിന് ദ്വൈതങ്ങളില്ലാതെ നിൽക്കാൻ പറ്റില്ല. ഉം. അപ്പോൾ ഇത് മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഉം. ഇല്ലേ? അതെ, അതെ. ഞാൻ വിജയമോ പരാജയമോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാ? ഞാനാണ്. ഞാനാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ വിജയിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന് മറ്റുള്ളവരുടെ തീരുമാനം എൻ്റെ തീരുമാനമാകാൻ കഴിയില്ല. അങ്ങനെ കഴിയാത്തിടത്തോളം കാലം ഞാൻ ദുഃഖിതനായിരിക്കും. അതുകൊണ്ടാണ് ഈ സമൂഹം വിജയിച്ചു എന്ന് ലേബൽ ചെയ്ത ആൾക്കാർ അവർ മയക്കുമരുന്നിന് അടിമയാകുന്നത് കാണാം, ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് കാണാം. എന്തുകൊണ്ട്? അവർക്ക് തോന്നുന്നത് അവരൊരു പരാജയമാണെന്നാണ്. ഉം. കാരണം അവരുടെ ജന്മലക്ഷ്യം അവർക്ക് മനസ്സിലായിട്ടില്ല. ഉം. സമൂഹം ആരോപിച്ച ഒരു ജോലി, ധർമ്മം അവർ ചെയ്തു, ഉം. പക്ഷേ സ്വധർമ്മം ചെയ്തില്ല. ചെയ്തില്ല. ഇതും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. സ്വധർമ്മമവിജാപേക്ഷ്യ നവികമ്പിതും അർഹതി സ്വധർമ്മോ നിധനം ശ്രേയ പരധർമാൽ ഭയാനകം. അർത്ഥം എന്താണ്? ഞാൻ ജനിച്ചത് എൻ്റെ ഇഷ്ടത്തിനാണ്. പക്ഷേ എൻ്റെ ജനനത്തോടുകൂടി ഞാൻ അത് മറന്നുപോകും. ഉം. അവിടെ ഞാൻ എന്നെ അന്വേഷിച്ച് നടക്കും. ഉം. എൻ്റെ ധർമ്മം അന്വേഷിച്ച് നടക്കും. ഉം. ഞാൻ എന്തിനാണ് ജനിച്ചത് എന്ന് അന്വേഷിച്ച് നടക്കും. ഉം. അത് കണ്ടെത്താത്തിടത്തോളം കാലം ഞാൻ ചെയ്യുന്ന ധർമ്മം ആരുടേതായിരിക്കും? പരധർമ്മമായിരിക്കും. ഉം. അപ്പം ഞാൻ ജനിച്ചത് ഉം. എന്നെ കണ്ടെത്താനാണ്, ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണ് എന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഐ നെവർ ബോദർ വാട്ട് അതേഴ്സ് ആർ ടെലിങ് അബൌട്ട് മീ. ഇതാണ് നമുക്ക് ആൾക്കാരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗീത പറഞ്ഞതും ഇതാണ്. എൻ്റെ ധർമ്മം ഞാൻ എന്നിൽ നിന്ന് കണ്ടെത്തണം. ഐ ഷുഡ് ബി ഏബിൾ ടു ലിസൺ മൈ ഹാർട്ട്. എൻ്റെ ഹൃദയം എന്നോട് എന്താണ് പറയുന്നത് എന്ന് ഞാൻ കേൾക്കാൻ പഠിച്ചാൽ തലച്ചോറ് പറയുന്നതിനെ ഞാൻ ഗവനിക്കില്ല. കാരണം തലച്ചോറ് എപ്പോഴും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുള്ളൂ. അവരെന്ത് പറഞ്ഞു, ഞാൻ എന്ത് കേട്ടു, എന്ത് കണ്ടു, എന്ത് മണത്തു, എന്ത് രുചിച്ചു, ഇതൊക്കെ സെൻസസ് അറിയുള്ളൂ. ചെയ്യുന്നു. സെൻസസ് കൊണ്ടുവരുന്ന ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യുന്ന ജോലി മാത്രമേ ബ്രെയിനിന് ചെയ്യാൻ കഴിയൂ. ഉം. ദാറ്റ് ഈസ് ഓൺലി ആൻ ഇൻഫർമേഷൻ. അത് സജഷൻസ് ആണ്, നോട്ട് ഡിസിഷൻസ്. എന്നാൽ ഞാൻ എപ്പോൾ എൻ്റെ ഹൃദയവുമായി എൻ്റെ തലച്ചോറിനെ ഡയറക്റ്റ് ചെയ്ത് ഏയ് സമൂഹം ഇത് പറഞ്ഞു, ഹൃദയം എന്ത് പറയുന്നു എന്ന് ഞാൻ കേട്ടാൽ എൻ്റെ സ്വധർമ്മം എന്താണെന്ന് സാമൂഹ്യ ബോധത്തോടുകൂടി അതിൻ്റെ ആ പരിപ്രേക്ഷ്യത്തിൽ എൻ്റെ ഹൃദയം പറഞ്ഞു തരും. എടാ ഇത് ചെയ്യ്. ആ തീരുമാനം ഒരിക്കലും തെറ്റില്ല. ഒരിക്കലും തെറ്റില്ല. അതാണ് എൻ്റെ സ്വധർമ്മം. മനസ്സിലാകുന്നുണ്ടോ? അത് കേൾക്കാതെ ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും അത് പരധർമ്മമാവും. അതിൻ്റെ എൻ്റെ റിസൾട്ട് ഗീത പറയുന്നു ഡിസാസ്ട്രസ്, ഭയാനകം. അപ്പോൾ നാം എന്താ ചെയ്യേണ്ട? ഓരോരുത്തരും ലേൺ ടു ലിസൺ അവർ ഹാർട്ട്. ഹൃദയത്തെ നാം കേൾക്കാൻ ശ്രമിച്ചാൽ, നേരത്തെ പറഞ്ഞില്ലേ എന്താണ് നാം ഇഗ്നോർ ചെയ്യേണ്ടത്, എന്തെന്നാണ് ഡിറ്റാച്ച് ചെയ്യേണ്ടത്? ഡിറ്റാച്ച്ഡ് ആകല്ല, യു അറ്റാച്ച് യുവർ സെൽഫ് വിത്ത് യുവർ ഹാർട്ട്. എപ്പോഴും എൻ്റെ ഹൃദയം എന്നെ നയിക്കും എന്ന ബോധം വളർത്തിയെടുക്കുക. ആ ഹൃദയത്തിലിരുന്നു കൊണ്ട് ഇപ്പോൾ ആൾക്കാർ വെറുതെ സാന്ദർഭികമായിട്ടൊക്കെ പറയാറുണ്ടല്ലോ, ഈശ്വരൻ നമ്മോട് സംവദിക്കുന്നുണ്ട്, പക്ഷേ അത് ഹൃദയത്തിലൊരു മർമ്മറായിട്ടാണ്. കേട്ടിട്ടില്ലേ? വളരെ സാഹിത്യപരമായിട്ടൊക്കെ പറയും. പോയറ്റിക്. ഹൃദയത്തിൽ നമ്മുടെ ഈ ഈശ്വരൻ ഹൃദയത്തിലൂടെ മന്ത്രിക്കുന്നുണ്ട്. എന്താണത്? യെസ്, യുവർ ഹാർട്ട് ഈസ് ഓൾവേസ് ഗിവിങ് യു കമ്മ്യൂണിക്കേറ്റ്. സജഷൻസ്, ബട്ട് യു മിസറബിളി ഫെയിൽ ടു ലിസൺ ഇറ്റ്. അങ്ങനെ ആ ഒരു അവസ്ഥ മാറ്റി നമ്മുടെ ഹൃദയത്തെ കേൾക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ സ്വധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോകും. അത് ശ്രേയസ്സുണ്ടാക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഭയാനകമാണ് അവസ്ഥ. ഇത് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്.